ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീലക്ഷ്മി വ്ളോഗ്സ്. മൈ മിസ് ശ്രീലക്ഷ്മി. അപ്പോൾ ജൂലൈ 21 ചാന്ദ്രദിനമാണല്ലോ. അതുമായി ബന്ധപ്പെട്ട ഒരു ക്വിസ് വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ്? ഉത്തരം വിക്രം സാരാഭായ്. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ബാംഗ്ലൂർ. ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? ഉത്തരം ചാന്ദിപ്പൂർ. ഒഡീഷയിലാണ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അന്താരാഷ്ട്ര ചാന്ദ്രദിനം എന്നാണ്? ഉത്തരം ജൂലൈ 20. പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഉത്തരം കൽപ്പന ചൗള. ചന്ദ്രയാൻ 2 റോവറിൻ്റെ പേര് എന്താണ്? ഉത്തരം പ്രഗ്യാൻ. നിലവിൽ ISROയുടെ ചെയർമാൻ ആരാണ്? ഉത്തരം S. സോമനാഥ്. ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം ഗഗൻയാൻ. ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ആര്യഭടൻ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 2023 ജൂലൈ 14. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് എന്തുവഴി? ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം. പ്രഗ്യാൻ റോവറിന്റെ ഭാരം എത്രയാണ്? ഉത്തരം 26 കിലോ. ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യം ഏതാണ്? ഉത്തരം ചൈന. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ബുധൻ, ശുക്രൻ. ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഉത്തരം ഗലീലിയോ ഗലീലി. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ഉത്തരം ടൈറ്റാൻ. ഭാരതീയ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഉത്തരം ആര്യഭടൻ. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ചൊവ്വ. മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചത് ഏത് രാജ്യം? ഉത്തരം ജർമ്മനി. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? ഉത്തരം റിതു കരിതാൽ. ഏറ്റവും തണുത്ത ഗ്രഹം ഏതാണ്? ഉത്തരം നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണാണ് ഏറ്റവും തണുത്ത ഗ്രഹം. നക്ഷത്രങ്ങൾ തമ്മിലുള്ള വലിയ ദൂരം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്? ഉത്തരം പ്രകാശവർഷം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരെയും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. പിന്നെ കൂട്ടുകാർക്കെല്ലാം ഇത് ഷെയർ ചെയ്തും കൊടുക്കണേ. ബൈ.